ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഓർഗാനിക് ഹെന്നയുടെ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. പ്രൊഫഷണൽസൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്, അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. ട്രിപ്പിൾ സിഫ്റ്റഡ് രാജസ്ഥാനി ഹെന്ന പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നോർമൽ കടകളിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാൻ കുറേ അന്വേഷിച്ചിട്ട് എനിക്ക് അവസാനം ഞാനൊരു ഇൻസ്റ്റാ പേജിൽ നിന്നിട്ട് ഇത് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് വേണ്ടത് എസൻഷ്യൽ ഓയിൽ ആണ്. നമ്മുടെയൊക്കെ വീട്ടിലുള്ള കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളം. 1 ഗ്രാം ഹെന്ന പൗഡറിലേക്ക് ഞാൻ 30 മില്ലി എസൻഷ്യൽ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. പഞ്ചസാര 30 ഗ്രാമും വെള്ളം 250 ml ആണ് എടുത്തത്. വെള്ളം മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വെള്ളം കുറവായാലും കുഴപ്പമില്ല, അത് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്യുമ്പോൾ ശരിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ലംസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിത് നല്ലൊരു ക്ലീൻ റാപ്പർ വെച്ചിട്ട് അതൊന്ന് ഡയറി റിലീസിന് വയ്ക്കാം. ഒരു 8 മണിക്കൂറോളം വെച്ചാൽ മതി. അതല്ല ഹെന്ന പൗഡറിനും ഒരുപോലെയാണോയെന്ന് എനിക്കറിയില്ല. അത് സെറ്റാൻ വെച്ചിട്ട് നമുക്ക് ഈ കോണൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. ഞാനും ഒരു കണക്കിനാണ് ഇത് ചുറ്റിയെടുത്തിട്ടുള്ളത്. ഈ സെല്ലോഫിൻ ഷീറ്റിൻ്റെ ലെങ്ത്തും വിഡ്ത്തും വരുന്നത് 21 സെൻറ്റിമീറ്ററും 11 സെൻറ്റിമീറ്ററാണ്. വീഡിയോയിൽ കാണുന്ന പോലെ നീളത്തിൻ്റെ 1/3 ഭാഗത്ത് തം ഫിംഗർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം വേണ്ടത് കേട്ടോ. ഇതിന് വേണമെങ്കിൽ ആദ്യം തന്നെ സൂചി വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സൂചി വെക്കാണ്ടാണ് ഫോൾഡ് ചെയ്തത്. കഴിഞ്ഞിട്ട് ഞാനൊന്ന് സൂചി വെച്ചിട്ടൊന്ന് നോക്കി, എന്നിട്ട് അത് നല്ലൊരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കണം. നല്ല ക്വാളിറ്റി ഉള്ള സെല്ലോ ടേപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി വരുന്നത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഞാനിത് തലേ ദിവസം വൈകുന്നേരം വെച്ചിട്ട് ഇത് രാവിലെ ഒരു 8-8:30 കൂടിയാണ് ഇത് തുറന്ന് നോക്കിയത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഡയറി റിലീസ് ആയിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ബീറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്കിവിടെ ഒരു അബദ്ധം പറ്റിയിരുന്നത് മിക്സ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ള പാത്രം ഇത്തിരി ചെറുതായിരുന്നു, അതിലെനിക്ക് ശരിക്കും മിക്സ് ചെയ്യാൻ പറ്റില്ല. ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഓക്കെ ആയിരുന്നു, എനിക്കത് പിടിച്ചും കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ സമയത്താണ് ഇതിൽ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള പേസ്റ്റ് അതിനകത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എസൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ചിലർ വെള്ളത്തിന് പകരം ബ്ലാക്ക് ടീയും കൂടി ആഡ് ചെയ്യും. അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇനി നമുക്ക് ഈ പൈപ്പിംഗ് ബാഗ് ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചിട്ട് ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം കേട്ടോ. കാണുമ്പോൾ വിചാരിക്കുക സിമ്പിളാണെന്ന്, പക്ഷെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അതെനിക്ക് ഇത് ചെയ്തപ്പോൾ നല്ലോണം മനസ്സിലായി. ഞാനും ഈ ഒരു ധാരണയിലാണ് ഇത് ചെയ്യാനായിട്ട്. പക്ഷേ ആ ധാരണ വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഈ പേസ്റ്റ് നമുക്ക് കോണിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഓർഗാനിക് ഹെന്ന സൂക്ഷിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇത് സൂക്ഷിക്കേണ്ടത്. ഒരു 2-3 മാസത്തോളം കേടുകൂടാണ്ട് നിൽക്കൂട്ടാ. നമ്മൾ യൂസ് ആക്കണേന് ഒരു 5 മിനിറ്റ് മുന്നേ നമുക്ക് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ മതി. 100 ഗ്രാമിൻ്റെ ഹെന്ന പൗഡർ എന്ന് പറയുമ്പോൾ ഒരു 10-15 കോണെങ്കിലും ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണോണ്ടൊന്നും അറിയില്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കുറേ വേസ്റ്റായി പോയിട്ട് ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയതുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ കയ്യിൽ നിന്ന് കുറേ വേസ്റ്റായി. പിന്നെ എൻ്റെ കയ്യിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ ഉണ്ടാകുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. ഉണ്ടാക്കണേൻ്റെ ഇടയിൽ തന്നെ എൻ്റെ കയ്യിൽ നന്നായിട്ട് ചുമന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ കോണൊന്ന് മടക്കി കൊടുത്തിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുക. നല്ല ടൈറ്റിൽ തന്നെ ഇത് ഒട്ടിക്കണം കേട്ടോ. ഇതിലേക്ക് എയർ കിടക്കരുത്, അതിന് വേണ്ടിയിട്ട് എൻ്റെ അറ്റത്തും ഇതുപോലെ ചെറുതായിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനിങ്ങനെയാണ് ആദ്യമായിട്ട് തന്നെ ഓർഗാനിക് തന്നെ ഉണ്ടാക്കിയത്. കുറേ പണികൾ കിട്ടിയെങ്കിലും സംഭവം എന്തായാലും സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുതേ.